വർത്താനം പറയുന്ന ഒരു നേതാവിന്റെ കാര്യമാണ് പറയാൻ പോണത്. അയ്യോ, തൃശ്ശൂർക്കാരുടെ ആ ജാതിയിലട്ട ഈ ജാതി, എപ്പോഴും ജാതി മതവും പറയണ, എന്നാൽ ജാതിക്കും മതത്തിനും എതിരായ ആശയങ്ങളിൽ വിശ്വസിക്കുന്നെന്ന് പറയപ്പെടുന്ന ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. മലപ്പുറം വേറെ രാജ്യമാണെന്ന കണ്ടുപിടുത്തത്തിന് ശേഷം വെള്ളാപ്പള്ളി നടേശൻ അവതരിപ്പിക്കുന്നു, സർക്കാർ എന്ത് തീരുമാനമെടുക്കുമ്പോഴും ഇപ്പോ മലപ്പുറത്ത് പോയി ചോദിക്കേണ്ട അവസ്ഥ. ഗവൺമെന്റ് എന്ത് നിയമം കൊണ്ടുവന്നാലും അതിപ്പോ മലപ്പുറത്ത് പോയി ചോദിച്ചിട്ട് ചെയ്തില്ല എങ്കിൽ അത് കുഴപ്പമായി. ശരിക്കും എന്താ നിങ്ങളുടെ പ്രശ്നം? മലപ്പുറം നിങ്ങളെ പിടിച്ച് കടിച്ച ഇപ്പോഴും നിൽക്കുന്ന ഗവൺമെന്റ് എന്താണ്, അവര് ഇരിക്കാൻ പറഞ്ഞ അപ്പൊ കടന്നുകൂടും. വെള്ളാപ്പള്ളിയുടെ വിവാദ പ്രസ്താവനയിൽ 4 ഭാഗത്തും വിമർശനം ഉയർന്നു. പക്ഷെ അതുകൊണ്ടൊന്നും തളർന്നു പോകുന്നവനല്ല ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. വേറെ ആരൊക്കെ എതിര് പറഞ്ഞാലും ഈ വിഷയത്തിൽ എന്തായാലും ഒരു കൂട്ടരുടെ സപ്പോർട്ട് കിട്ടുമല്ലോ, പിന്നെ എന്തിനു വിഷമിക്കണം? വെള്ളാപ്പള്ളി പറഞ്ഞത് കേരളത്തിലെ ഒരു സാമൂഹ്യ യാഥാർത്ഥ്യമാണ്. ആ കാര്യം കേരളത്തിൽ ആർക്കും സംശയം ഉണ്ടാകേണ്ട ഒരു കാര്യമില്ല. നോക്കച്ച എന്തൊരു ചേർച്ച, ഒരമ്മ പെറ്റ ആളിയന്മാരാണെന്നേ പറയൂ. സ്കൂൾ സമയം പോലും മദ്രസകളുടെ സമയത്തിനനുസരിച്ച് ക്രമീകരിക്കണം എന്ന് മതസംഘടനകൾ നിർദ്ദേശിക്കുന്ന തലത്തിലേക്കും അത് സർക്കാർ അംഗീകരിക്കുന്ന തലത്തിലേക്കും എത്തിയിരിക്കുക. സ്കൂൾ സമയമാറ്റത്തിൽ നിന്ന് സർക്കാർ പിന്മാറുന്ന ഇത് മന്ത്രി വി സി വെങ്കുട്ടി എങ്ങാനും അറിഞ്ഞായിരുന്നോ അജി? അരമണിക്കൂർ നമ്മളെ കുട്ടികൾ കൂടുതൽ പഠിച്ചത് വിചാരിച്ചിട്ട് ആർക്ക് നഷ്ടമുണ്ട്? നമ്മളെ കുട്ടികൾക്കുള്ള നേട്ടമല്ലേ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. വേറെ എന്തെങ്കിലും ആ സമയം പ്രയോജനപ്പെടുത്തണോ താല്പര്യമുള്ളവർ വേറെ സമയം കണ്ടെത്തണോ? ബൈ ദ ബൈ, നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. അങ്ങനെ ജിമാരിൽ നിന്ന് ആവാഹിച്ചെടുത്ത ഊർജവുമായി വെള്ളാപ്പള്ളി നടേശൻ അടുത്ത വിവാദ പരാമർശവുമായി രംഗത്തെത്തുന്നു. എന്റെ കോല കത്തിച്ചാലും കാന്തപുരം എന്തു കുന്തമെടുത്ത് എറിഞ്ഞാലും ബട്ട് ഇത്തവണ പണി പാളുട്ട. ബിക്കോസ് മലപ്പുറത്തിനെതിരായ, കാന്തപുരത്തിനെതിരായ, സർക്കാരിനെതിരായ പരാമർശമൊക്കെ നടത്തുന്ന പരിപാടിയുടെ വേദിയിൽ മന്ത്രി വി എൻ വാസവനും കൂടി ഉണ്ടായിരുന്നു. ഇന്ന് ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. വിശ്രമ ജീവിതം അനുഭവിക്കേണ്ട കാലഘട്ടത്തിൽ ഊർജ്ജസ്വലനായി ഒരു നാട്ടിൽ ചരിത്രം സൃഷ്ടിക്കുന്ന രൂപത്തിലേക്ക് അദ്ദേഹം ഈ പദവിയൊക്കെ എത്തിച്ചു എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. ഇത്ര ഭീകരായ വർഗീയ പരാമർശം നടത്തിയിട്ടും മന്ത്രി വി എം വാസവൻ വെള്ളാപ്പള്ളി നടേശനെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതെന്ത് മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. കുത്തഴിഞ്ഞൊരു പുസ്തകം പോലെ കിടന്നിരുന്ന SNDP യോഗത്തെ നന്നായി കുത്തിക്കെട്ടി ഒരു പുസ്തകമാക്കി രൂപാന്തരപ്പെടുത്തി അടുക്കും ചിട്ടയുമുള്ള ഒരു സംഘടനയാക്കി മാറ്റി SNDP യോഗം ഒരു ശക്തിയായി വളർത്തിക്കൊണ്ടുവരുന്ന രംഗത്ത് നേതൃത്വപരമായ പങ്ക് വഹിച്ചത് ആരെന്ന് ചോദിച്ചാൽ അത് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ തന്നെയാണ് എന്നല്ല. നീ പൊന്നപ്പനല്ലടാ, തങ്കപ്പൻ, തങ്കപ്പൻ. വാസവൻ സാർ പിന്നെ പണ്ടേ പുകഴ്ത്തൽ സ്പെഷ്യലിസ്റ്റ് ആണല്ലോ, നമ്മളത് മറന്നുപോയി. പച്ചക്ക് വർഗീയത പറയാവോ? അത് തീരുമാനിക്കേണ്ടത് ഗവൺമെന്റാണ്. ഭരിക്കുന്ന ഒരു ഗവൺമെന്റാണ് ഈ കാര്യത്തിന് മറുപടി പറയേണ്ടത്. അവർക്ക് ഉത്തരവാദിത്തമുണ്ട്. വാസവൻ സഖാവിന്റെ ഭാഗത്ത് വീഴ്ച പറ്റിയതാണെന്ന് കരുതിയോ? കോമ്രേഡ്സ് അത് തിരുത്തുന്നു കരുതിയോ? നെഹി. പിന്നീട് അങ്ങോട്ട് ഉരുണ്ടുകളിയായിരുന്നു. അല്ല, നോക്കട്ടെ, ഞാൻ എന്താന്ന് കൂടുതൽ മനസ്സിലാക്കട്ടെ. ഞാൻ പറഞ്ഞല്ലേ, അതിൽ പറഞ്ഞില്ലേ ചൈന ഭാഷ പറയുന്നോടാ. പിന്നീട് അങ്ങോട്ട് ഈ വിഷയത്തിൽ നമ്മുടെ മന്ത്രിമാരൊക്കെ എനിക്കൊന്നും അറിയാൻ പാടില്ലേ എന്ന് പറഞ്ഞ് കൈമലർത്തി. പക്ഷെ ആരും വിഷമിക്കേണ്ട, ഈ വിഷയത്തിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു പ്രസ്താവന അങ്ങോട്ട് ഇറക്കിയിട്ടുണ്ട്. പിന്നല്ല, പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ വിഷയത്തിൽ വെള്ളാപ്പള്ളിയുടെ പേര് പോലും ആ പ്രസ്താവനയിൽ മഷിട്ട് നോക്കിയാൽ പോലും കാണാൻ പറ്റില്ല. അല്ല, ആ വിദ്വേഷ പ്രസ്താവനയ്ക്ക് എതിരായിട്ടാണോ CPM-ന്റെ പ്രസ്താവന? ആർക്കെതിരായിട്ടാണ് പറഞ്ഞിരിക്കുന്നതെന്ന് എനിക്ക് വായിച്ചിട്ട് മനസ്സിലായില്ല. നിങ്ങൾക്ക് മനസ്സിലായോ? വിദ്വേഷ പരാമർശത്തില് വെള്ളാപ്പള്ളി നടേശനെതിരെ നടപടിയെടുക്കാത്തതിൽ പാർട്ടിക്കകത്ത് കടുത്ത അതൃപ്തിയുണ്ട്. പാർട്ടിക്കാരി അവിടെ നിൽക്കട്ടെ, ഞാൻ വെള്ളാപ്പള്ളി നടേശന്റെ കാര്യമാണ് ആലോചിക്കുന്നത്. ഇപ്പോഴും ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങൾ പിന്തുടരുന്നു എന്ന് തന്നെയാണല്ലോ അല്ലേ പറയണത്? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. അങ്ങനെയാണ് കേട്ടോ ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുള്ളത്. അല്ല, ഓർമ്മിപ്പിച്ചു എന്നുള്ളൂ. ഇടയ്ക്കൊക്കെ ഗുരുവിന്റെ ആശയങ്ങൾ ആലോചിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ വെള്ളാപ്പള്ളി സാറേ.